ഒരു ദേശത്തിൽ വിശ്വാസം അല്ലെങ്കിൽ ഒരു വലിയ ഒരു മിനിസ്ട്രിയെ ചെയ്തെടുക്കാൻ വലിയ പാസ്റ്റർമാരോ അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ പ്രസംഗമോ അല്ലെങ്കിൽ വലിയ ഒരു പ്രവാചകന്റെ പ്രവചനമോ ആവശ്യമുണ്ട് എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നു. പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യം എന്നുള്ള ആ വാക്ക് പ്രകാരം പലപ്പോഴും ദൈവത്തിന് ഒരു ചെറിയ ഒരു വാക്കുകൾ തന്നെ മതി ദൈവത്തിന് വലിയ ഒരു റിവൈവൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആരാന്ന് ചോദിച്ചാൽ ഗിദിയോന്റെ ജീവിതത്തിൽ നടന്ന സംഭവത്തെ നമുക്ക് കാണാം. ഗിദിയോൻ ഒരു ഭീരുവായ മനുഷ്യനായിരുന്നു. ഗിദിയോൻ ഒരു വലിയൊരു പട്ടാളത്തെ നയിക്കാനുള്ള കമാൻഡർ ആകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യനെ വിളിക്കുകയാണ് ദൈവം, വേർതിരിക്കുകയാണ്, ലീഡർഷിപ്പ് കൊടുക്കുകയാണ്, ലീഡും ചെയ്യുകയാണ്. പക്ഷെ അവസാനത്തെ ശത്രുവിനെ പോയി എതിരിടാൻ നിൽക്കുന്ന അവസാനത്തെ പോയിന്റിൽ പോലും ഗിദിയോന് ഒരു ചെറിയ പേടി അവന്റെ മനസ്സിലുണ്ടായിരുന്നു. സോ നിനക്ക് ഇനിയും പേടി ഉണ്ടെങ്കിൽ നീ ഓപ്പോസിറ്റ് സ്ഥലത്തുള്ള, നമുക്ക് യുദ്ധത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഈ ഓപ്പോസിറ്റ് ഉള്ള അവരുടെ ടെന്റിലേക്ക് പോയിട്ട് ഈ ടെന്റിന്റെ സൈഡിൽ നിന്ന് അവർ തമ്മിൽ സംസാരിക്കുന്ന ആ വാക്കുകൾ കേൾക്കുക, അപ്പോൾ നിന്റെ മനസ്സ് ധൈര്യപ്പെടും എന്ന് പറയുന്നു ദൈവം. അപ്പോ ഗിദിയോനും ഗിദിയോന്റെ വേലക്കാരനും രണ്ടുപേരും കൂടി പോയി അപ്പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ ഒരുത്തൻ ഒരു സ്വപ്നം പറയുകയും മറ്റൊരുത്തൻ, ആ കേട്ടവൻ അതിന് ഉള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അത് കേട്ടപ്പോൾ ഗിദിയോന്റെ മനസ്സ് ധൈര്യപ്പെടുകയും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഫുൾ പട്ടാളത്തെ 300 പേരെയും കൊണ്ട് ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ, തനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന വലിയൊരു ജനക്കൂട്ടത്തെ തന്നെ അവർ നശിപ്പിക്കാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ചെറിയ ഒരു ഓപ്പോസിറ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു ചെറിയ സ്വപ്നവും അതിനുള്ള എക്സ്പ്ലനേഷനും മാത്രമാണ് അത്രയും വലിയ വിജയം നമ്മൾക്ക് കൈക്കലാക്കാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ ഗിദിയോനെ പോലെ നമ്മൾ ഭയങ്കര ഭീരുവായിട്ടുള്ള മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകളിൽ തളർന്നുപോയ മനുഷ്യനായിരിക്കാം. നമുക്ക് ഏത് കാര്യവും മുൻനിന്ന് നടത്താൻ നമുക്ക് അത്രയും ധൈര്യമില്ലാണ്ടിരിക്കാം. പക്ഷെ ചില നേരങ്ങളിൽ നമുക്ക് വിരോധമായി സംസാരിക്കുന്നവരുടെ വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നവരുടെ പ്രവർത്തികളായിരിക്കാം ദൈവം നമുക്ക് തരുന്ന വലിയ ഒരു ബൂസ്റ്റ്. സോ നമ്മൾ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കുന്നവർ എന്താ സംസാരിക്കുന്നതെന്ന് കേട്ടാൽ പോലും മതി. ചില നേരങ്ങളിൽ അത് തന്നെ നമുക്ക് ഒരു വലിയ ധൈര്യവും ദൈവസന്നിധിയിൽ വലിയൊരു ഉറപ്പും തരാൻ മതിയായതായിരിക്കും. സോ നമ്മൾ ഏത് വാക്കുകളെയും വെറുതെ നമ്മൾ അശ്രദ്ധയായിട്ട് കേൾക്കാതെ ജാഗ്രതയുള്ളവരായിട്ട് കേൾക്കാം. ദൈവം നമ്മൾക്ക് സഹായിക്കും.